വൈറ്റ് ഹൗസിൽ ട്രംപിന്റെ രണ്ടാം ഊഴം വരുമോ? സർവേ ഫലങ്ങൾ പറയുന്നത് ട്രംപ് പ്രസിഡന്റായി തിരികെ എത്തുമെന്നാണ്. ട്രംപ് പ്രസിഡന്റായാൽ കമല ഹാരിസിന് പിന്നാലെ വീണ്ടും ഒരു ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി വൈസ് പ്രസിഡന്റായി എത്തുമോ? ഒരു മലയാളിയെ നമുക്ക് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി കാണാനാകും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള തിരഞ്ഞെടുപ്പിൽ രണ്ട് ഇന്ത്യൻ വംശജരാണ് ആദ്യമുണ്ടായത്. ഒന്ന് വിവേക് രാമസ്വാമി, രണ്ട് മുൻ സൗത്ത് കരോലിന ഗവർണർ നിക്കി ഹേലി. സ്ഥാനാർത്ഥിത്വത്തിനായുള്ള മത്സരത്തിൽ ട്രംപിന് പ്രധാന എതിരാളിയായി പാർട്ടിയിൽ ഉണ്ടായിരുന്നത് നിക്കി ഹേലിയും ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസുമായിരുന്നു. വിവേക് രാമസ്വാമി പ്രസംഗങ്ങളിലൂടെ ചിത്രത്തിലേക്ക് കയറി വന്നെങ്കിലും പോപ്പുലാരിറ്റി കൂടിയെങ്കിലും വോട്ട് നിലയിൽ പിന്നിൽ തന്നെയായിരുന്നു. അയോവ കോക്കസിൽ കനത്ത പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന് പിന്നാലെ വിവേക് രാമസ്വാമി പിന്മാറി. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയ വിവേക് രാമസ്വാമി പിന്നീട് ട്രംപിന് അകമഴിഞ്ഞ പിന്തുണ നൽകി. ഇതോടെ ട്രംപ് അനുയായികളും അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ന്യൂഹാംഷെയറിൽ ട്രംപും വിവേക് രാമസ്വാമിയും ഒരുമിച്ച് വേദി പങ്കിട്ടപ്പോൾ ട്രംപിന്റെ അനുയായികൾ വി പി എന്ന വിളികളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. രാമസ്വാമിയെ സുഹൃത്ത്, യഥാർത്ഥ നേതാവ് എന്നീ വിശേഷണങ്ങളുമായി ജനക്കൂട്ടത്തിന് പരിചയപ്പെടുത്തിയ ട്രംപ് തൻ്റെ മുൻ എതിരാളിയെ അഭിനന്ദിച്ചതും ശ്രദ്ധേയമായിരുന്നു. അസാമാന്യ വ്യക്തിയാണ് വിവേക്. അദ്ദേഹം ഞങ്ങളോടൊപ്പം വളരെ കാലം പ്രവർത്തിക്കുമെന്നും ട്രംപ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ജനപിന്തുണയുണ്ടെങ്കിലും ട്രംപിനെ നേരിടാൻ ക്യാപിറ്റോൾ കലാപം വജ്രായുധമാക്കാൻ ബൈഡനാകും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് 2021 ജനുവരി 6 അമേരിക്കൻ നിയമനിർമ്മാണ സഭയായ ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായത്. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ട്രംപിന്റെ ഏറ്റവും ശക്തമായ അനുകൂലികളിൽ ഒരാളാണ് രാമസ്വാമി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യ ദിവസം തന്നെ ട്രംപിന് മാപ്പ് നൽകുമെന്ന് രാമസ്വാമി പ്രഖ്യാപിച്ചിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന്റെ പുതിയ പിന്തുണ രാമസ്വാമിക്ക് വൈറ്റ് ഹൗസ് സ്ഥാനമായി മാറിയേക്കില്ല എന്നാണ് സംസാരം. മുൻ പ്രസിഡന്റിന്റെ റണ്ണിംഗ് മേറ്റായി രാമസ്വാമിയെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും വോട്ടർമാർ ഒരുപക്ഷെ പുറത്താക്കിയേക്കാമെന്നും ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് ജോസൻ മില്ലർ ചൂണ്ടിക്കാട്ടുന്നു. വിവേക് ആയിരിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് വിവേക് രാമസ്വാമി? എങ്ങനെ വിവേക് രാമസ്വാമി ഇത്രയും പോപ്പുലറായി? പാലക്കാട് നിന്നും 50 വർഷം മുൻപ് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് വിവേക് രാമസ്വാമിയുടെ മാതാപിതാക്കൾ. കോടീശ്വരനായ ഈ 38-കാരൻ യുവ സംരംഭകനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമാണ്. ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോയ്വൺ സയൻസിന്റെ സ്ഥാപകനും സ്ട്രൈവ് അസറ്റ് മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനുമാണ്. ഫോർബ്സ് റിപ്പോർട്ട് അനുസരിച്ച് 2016 40 വയസ്സിന് താഴെയുള്ള അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ സംരംഭകരിൽ ഒരാളായിരുന്നു വിവേക്. മത്സരരംഗത്തേക്ക് വന്നപ്പോൾ വിവേകിന്റെ ആസ്തി $840 മില്യൺ ആയിരുന്നു. പ്രചാരണം ആരംഭിച്ചതിനു ശേഷം അത് $960 മില്യൺ ഉയർന്നു. ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെ കണ്ട വിവേക് എന്നും ലൈംലൈറ്റിൽ തന്നെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ആത്മാവിനെ തിരികെ പിടിക്കാനാണ് മത്സരിക്കുന്നത് എന്ന് അവകാശപ്പെട്ട വിവേക് രാമസ്വാമി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് സ്ഥാനാർത്ഥിത്വ മോഹത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ നിന്ന് പിന്മാറിയ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസുമായി നേരിട്ട് പോരാടുന്നതിലേക്ക് ഒരു ഘട്ടത്തിൽ വിവേക് രാമസ്വാമി എത്തിയിരുന്നു. പ്രചാരണം കൊഴുപ്പിക്കാൻ പല അടവുകളും വിവേക് പയറ്റി. സ്വന്തം പോഡ്കാസ്റ്റിലേക്ക് മാധ്യമപ്രവർത്തകരെ അതിഥികളായി ക്ഷണിച്ചു. തുടർച്ചയായി അഭിമുഖങ്ങൾ നൽകി. റിപ്പബ്ലിക്കൻ ആശയത്തോട് വിമുഖത കാണിക്കുന്നവരോടും സംസാരിച്ചു. അധികാരത്തിലെത്തിയാൽ അമേരിക്കയിലെ നോൺ ഇമിഗ്രേഷൻ വിസ പ്രോഗ്രാമായ H-1B നിർത്തലാക്കുമെന്നും വിവേക് പറഞ്ഞു. 2018 മുതൽ 2023 വരെ ഇതേ വിസ പ്രോഗ്രാം വിവേകിന്റെ കമ്പനിയും ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർക്കണം. H-1B വിസയിൽ 70% സ്വന്തമാക്കുന്നത് ഇന്ത്യക്കാരാണെന്നിരിക്കെയാണ് ഒരു ഇന്ത്യൻ വംശജന്റെ ഈ പ്രതികരണം. വിവേകിന്റെ മാതാപിതാക്കളും ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരാണ് എന്നും നമ്മൾ മറന്നുകൂടാ. വിവാദങ്ങൾ വിവേകിന് പുതുമയേ ആയിരുന്നില്ല. LGBTQ വിരുദ്ധ പരാമർശങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനമെന്നത് തട്ടിപ്പാണെന്നുള്ള പ്രസ്താവന, FBI പോലെയുള്ള ഫെഡറൽ സംവിധാനങ്ങളിലെ പിരിച്ചുവിടൽ പരാമർശങ്ങൾ, അമേരിക്കയിലെ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വൈസ് പ്രസിഡന്റായി വിവേക് എത്തുമോ? കാത്തിരുന്നു കാണാം.